നമസ്കാരം, എല്ലാവർക്കും സത്താൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്താൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡിഷാണ്. മിനി ഇഡ്ലിയും ടിഫിൻ സാമ്പാറുമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഇഡ്ലിയിൽ നിന്നും സാമ്പാറിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള വിഭവമാണിത്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണാം. അപ്പോൾ ഞാനിതിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സൊക്കെ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വാദിഷ്ടമായിട്ടുള്ള മിനി ഇഡ്ലിയും ടിഫിൻ സാമ്പാറും നിങ്ങൾക്ക് കിട്ടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം നമ്മൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. കാരണം ഈ മിനി ഇഡ്ഡലിയിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല ഹോട്ടായിരിക്കണം. ഒന്നുകിൽ ഇഡ്ഡലി ചൂടായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ സാമ്പാർ ചൂടായിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മോൾഡാണിത്. മിനി ഇഡ്ഡലിയുടെ ഇഡ്ഡലി തട്ടാണിത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ചെറിയ കുഴികളോട് കൂടിയിട്ടുള്ള ഇഡ്ഡലി തട്ടാണിത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സാധാരണ ഇഡ്ഡലി തട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ക്വാണ്ടിറ്റി വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബാറ്റർ എന്ന് പറയുന്നത് സാധാരണ ഇഡ്ഡലി ബാറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇഡ്ഡലി തട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ഒന്ന് തൂവി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മിനി ഇഡ്ഡലി നമ്മൾ പൊടിഞ്ഞു പോവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എണ്ണ പുരട്ടുന്നത്. അപ്പോൾ ആ 2 ഇഡ്ഡലി തട്ടിൽ നിങ്ങൾ എണ്ണ പുരട്ടി വെക്കുക. പിന്നെ വേണ്ടത് നമ്മൾ ഈ ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനൊരു സ്പൂണിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ബാറ്റർ തന്നെ നമുക്ക് 2-3 കുഴിയിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ചെറുതാണ് ഈ മിനി ഇഡ്ഡലി. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഇഡ്ഡലി തട്ടിന് വളരെ ചെറുതാണ് ഈ കുഴികളൊക്കെ. അപ്പോൾ ഇതിലും കുറച്ച് വലുതായിട്ടുള്ള മിനി ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇഡ്ഡലി തട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് അത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലി തട്ട് 2 ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് യൂസ് ചെയ്യുന്ന ബാറ്റർ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഇനി നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി സ്റ്റീമറിൽ വെള്ളമൊക്കെ നിറച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇഡ്ഡലി തട്ട് നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ചിട്ടൊന്ന് സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ മിനി ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ കുട്ടി ഇഡ്ഡലിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ കൗതുകമായിരിക്കും ഇത് കാണുമ്പോൾ. അവർക്കൊക്കെ ഇഷ്ടമാവും. കാരണം കുട്ടി ഇഡ്ഡലിയൊക്കെ പറക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ വലുതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റാണ് ഈ മിനി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ഈ ഇഡ്ഡലി തട്ടിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, അതാ ഈസി ആയിട്ട് പോരുന്നുണ്ട്. എണ്ണ തടയുകൊണ്ടാണ്. ഇത് അത്രയേ ഉള്ളൂ, ആ ഒരു സ്പൂണിൻ്റെ അത്രയേ ഉള്ളൂ ഈ മിനി ഇഡ്ഡലിയുടെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ മോൾഡിൽ നിന്ന് ബാക്കിയുള്ള ഇഡ്ഡലികളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ മിനി ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ മിനി ഇഡ്ഡലി കഴിച്ചത് ഈവനിങ് ഒരു ഇതായിട്ടാണ്, ചാറ്റ് ഐറ്റമായിട്ടാണ് ഞാനിത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതാ ഞാൻ മിനി ഇഡ്ഡലിയൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റണം. നമ്മൾ ലാസ്റ്റ് ഈ മിനി ഇഡ്ഡലി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു പാത്രത്തിലേക്ക്, അതായത് സെർവിങ് ബൗളിലേക്ക് നമുക്ക് ഈ ഇഡ്ഡലികളൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ടിഫിൻ സാമ്പാർ ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപരിപ്പ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തോരപ്പരിപ്പ് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പകുതി തോരപ്പരിപ്പും പകുതി ചെറുപരിപ്പും കൂടി എടുക്കാം. അപ്പോൾ ചെറുപരിപ്പിൽ നമ്മൾ ടിഫിൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപരിപ്പ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രഷർ കുക്കർ എടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഈ കഴുകി വെച്ചിരിക്കുന്ന ചെറുപരിപ്പ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെറുപരിപ്പിൻ്റെ കൂടെ നമ്മൾ ഇനി ചേർക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സവാളേനേക്കാളും ടേസ്റ്റ് ഈ സാമ്പാറിന് ചെറിയുള്ളി ആയിരിക്കും. അപ്പോൾ ആ ചെറിയുള്ളിയുടെയും ചെറുപരിപ്പിൻ്റെയൊക്കെ ടേസ്റ്റാണ് ഈ ടിഫിൻ സാമ്പാർ നമ്മൾ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഞാനൊരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. കാരണം ടിഫിൻ സാമ്പാറിന് തക്കാളിയുടെ പുളിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, നമ്മുടെ സാധാരണ പുളിയുടെ പുളിയല്ല.
അപ്പോൾ അതുകൊണ്ട് തക്കാളി കുറച്ച് വലിപ്പമുള്ള തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ അതായത് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ പ്ലെയിനായിട്ട് ഉണ്ടാക്കുന്ന ടിഫിൻ സാമ്പാറാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ചേർത്തിട്ട് തയ്യാറാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പഴുത്ത മത്തൻ അതായത് പംകിൻ ചേർത്തിട്ടും ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കണം. അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് സാമ്പാറിന് ആവശ്യമുള്ള പുളി വെള്ളം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ച് വെക്കാം. പരിപ്പ് വേവുന്ന സമയത്ത് നമുക്കിത് റെഡിയായി കിട്ടും. അതേപോലെ തന്നെ ഇതിനാവശ്യമുള്ള മസാലകളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം വേണ്ടത് ഏകദേശം ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മുളക് പൊടിക്ക് നല്ലൊരു എരിവുള്ള മുളക് പൊടിയാണ്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ സാമ്പാർ പൊടി. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ സാമ്പാർ പൊടി വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ സാമ്പാർ പൊടിയാണെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ടിഫിൻ സാമ്പാറിൻ്റെ മസാലകൾ. അപ്പോൾ അതാ നമ്മളുടെ ചെറുപരിപ്പും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഉടയ്ക്കുന്നതാണ് നല്ലത്, നന്നായിട്ട് ഉടച്ച് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ടിഫിൻ സാമ്പാറിൻ്റെ സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളൊന്നും കുടിക്കാനുള്ള ആ ഒരു പാകത്തിലായിരിക്കണം. ഒരുപാട് തിക്കായിരിക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. അപ്പോൾ ആ മിനി ഇഡ്ഡലി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടത് സോക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാമ്പാറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സാമ്പാറിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. അതായത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി, അത് എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ സാമ്പാർ പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയാണ് ചേർക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. പുളി ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, തക്കാളിയുടെ പുളി ടേസ്റ്റ് ആയിരിക്കണം നമ്മൾ ടിഫിൻ സാമ്പാറിന് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതിൽ അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ഓപ്ഷണലാണ്, അതായത് വെള്ളം, അതായത് ശർക്കര. അപ്പോൾ ശർക്കര ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ടിഫിൻ സാമ്പാറിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഘടകം തന്നെയാണ് ഇതിൻ്റെ ആ ഒരു സ്ലൈറ്റായിട്ടുള്ള ഒരു മധുരം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അധിക പേരും ഇതിൽ പംകിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് പഴുത്ത മത്തങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ മത്തങ്ങ ആഡ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു മധുരം ഈ ഒരു ടിഫിൻ സാമ്പാറിന് ഉണ്ടാവും. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയൊരു കഷ്ണം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ടിഫിൻ സാമ്പാറിൻ്റെ മെയിനായിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെയ്യാണ്. അപ്പോൾ നെയ്യ് ആണ് ഈ ടിഫിൻ സാമ്പാറിന് നമ്മൾ വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പാറിൽ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സാമ്പാറിൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ടിഫിൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യണം, അതായത് മിനി ഇഡ്ഡലിയും സാമ്പാറും ചേർത്ത് സെറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പരിപാടി കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് നന്നായിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം അതും നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ ഒരു ടിഫിൻ സാമ്പാറിന്. ഇനി നമുക്ക് ഈ ഇഡ്ഡലി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ബോളിൽ എടുത്ത് വെച്ചിരിക്കുന്ന മിനി ഇഡ്ഡലിയിലേക്ക് നമ്മൾ ചൂടായ സാമ്പാറൊന്നും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മിനി ഇഡ്ഡലിയൊക്കെ
മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് സാമ്പാർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാമ്പാർ ഒരുപാട് തിക്കാവാനും പാടില്ല, ലൂസ് ആവാനും പാടില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. നെയ്യ് ഈ ഇഡ്ഡലി സെറ്റ് ചെയ്യുന്ന സമയത്ത് മസ്റ്റാണ്. കാരണം ഈ നെയ്യാണ് നമ്മളുടെ മിനി ഇഡ്ഡലിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലൊക്കെ തൂവിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിനി ഇഡ്ഡലി നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ southernmenu2017@gmail.com എന്നുള്ള മെയിലിലേക്ക് അയക്കാവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്